അനീഫ്കയെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് പോരാ. അത്രക്ക് ഓർമ്മകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രക്ക് നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഇത്രക്ക് നല്ലൊരു മനുഷ്യൻ. കാരണം ഒരു തങ്കപ്പെട്ടവനെന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണ് കൊച്ചിനെ അനീഫിക്ക. അദ്ദേഹം മരിച്ചു പോയിട്ട് പറയല്ലേ, ഞാൻ മരിച്ചു പോയാലും പിഷാരിക്കൊക്കെ അറിയാം അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. ഇതേപോലെ തങ്കപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടു. അനീഫ്ക CID മൂസ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. കോമഡി സീനാണ്. അശോകൻ ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടനുണ്ട്, അനീഫ്ക, ഞാൻ, ജോണി, ഡയറക്ടർ ജോണി ആൻ്റണിയാണ് അതിൻ്റെ ഡയറക്ടർ, ദിലീപ് ഉണ്ട്. അപ്പോൾ അവർ പൊന്തി വരുന്നു, ഞാൻ ചിറ്റിയൊക്കെ അടിക്കുന്നു, താഴെ പോകുന്നു. അങ്ങനെ ആ സീൻ പാട്ട് സീൻ്റെ കാടിളക്കി വരുന്ന ആ സീൻ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞാ ഞാൻ കുറച്ച് മോശം അവസ്ഥയിലാണ്, കുറച്ച് ദുഃഖകരമായ അവസ്ഥയിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ച് ഞാൻ പിന്നെ പറയാം, നിങ്ങൾ എന്തിനാ ഡിസ്പ്ലേ ചെയ്യണമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ആ സീനൊക്കെ എടുത്തു, ആ കോമഡി സീനൊക്കെ എടുത്ത് പറഞ്ഞു. ഞങ്ങളെല്ലാവരും നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഉമ്മ മരിച്ചു എൻ്റെ. അത് നിങ്ങൾ അറിയിക്കാണ്ടിരിക്കുകയായിരുന്നു, കാരണം ഇതൊരു മോശം കോമഡി സീനല്ലേ. അപ്പൊ എനിക്കറിയായിരുന്നു ഉമ്മ മരിക്കും എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഒരു കലാകാരൻ്റെ ഒരു ആത്മാർത്ഥത. അപ്പൊ ഞാൻ ചെന്നിരുന്നു, ഞാൻ അനീഫ്കയുടെ ഉമ്മ മരിച്ച സ്ഥലത്ത് ചെന്നിട്ട് ഈ മയ്യത്ത് ചുവന്നുണ്ട്. ഞാൻ തന്നെയാണ് ഫസ്റ്റ് പിടിച്ച ആദ്യത്തെ ഇതിൽ ഫ്രണ്ട് റോയിൽ ഞാൻ തൊട്ടപ്പുറത്ത് അനീഫ്ക ഈ മയ്യത്തും ചുവന്നുണ്ട് പള്ളിയിലേക്ക് പോയിക്കിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഞാനാ വിളിച്ചു പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പോവുകയാണ് ഞങ്ങൾ. വിളിച്ച് പള്ളിയിലെത്തി. ഞാൻ പള്ളിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മുഖം കഴിവുണ്ട്, ഓതെടുക്കുക അല്ലേ, ഒലോ അല്ലേ, ഓതോ എടുക്കുക. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പൊ എല്ലാവരും കയറി. ഫാസിൽ സാറുണ്ട്, ഡയറക്ടർ ഫാസിൽ സാറുണ്ട്. അപ്പോൾ ഫാസിൽ സാറൊക്കെ ഒന്ന് മുഖമൊക്കെ കഴുകി പോകുന്നു. ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു എന്തേ ഓതോ എടുക്കണില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വെച്ചു എനിക്ക് എടുക്കാന്ന് വെച്ച് ഞാനും മുഖമൊക്കെ കഴുകി പള്ളിയുടെ അകത്ത് നിസ്കാരം നടക്കുകയാണ്. ഞാൻ നേരെ ഒന്നും നോക്കിയില്ല, പള്ളിയുടെ അകത്തേക്ക് കയറിപ്പോഴും ഉമ്മ മരിച്ച ദുഃഖത്തിലിരിക്കണം. അനീഫ്ക പൊയ്ക്കോ. കാരണം പള്ളിയുടെ അകത്ത് ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു കയറി നിസ്കരിച്ചിട്ട് കുഴപ്പമോ. അങ്ങനെ ഞാൻ ചിരിച്ചു. കാരണം ഉമ്മ മരിച്ച് ഇത്രയും സങ്കടത്തിലിരിക്കണത് മനുഷ്യൻ നേരെ കയറി ചെല്ലാം കണ്ട് ചിരിച്ചു. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിന്നോട് എങ്ങനെ നന്ദി പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എന്തിനാണ് അനീഫ്ക, നമ്മളൊക്കെ ഒരിക്കലും പോകാനുള്ളതാണ്. ഇപ്പൊ ഞാൻ ചോന്ന പോലെ എന്നെ ആരെങ്കിലൊക്കെ ചോക്കണ്ടേ. ഏതായാലും എന്നെക്കാൾ മുമ്പ് അനീഫ്ക പോയി. അപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അനീഫ്കനെ മരിച്ചിട്ട് കാണാൻ പോയില്ലേ. ടി വി പോലും വെച്ചില്ല. അത് മരിച്ചു കിടക്കുന്നത് കാണാൻ എനിക്കത് പറ്റില്ലായിരുന്നു. എന്തോ അനീഫ്ക ഇപ്പോഴും എൻ്റെ മനസ്സിന് മരിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഹനീഫയുടെ എന്ത് കോമഡി കണ്ടാലും എനിക്ക് ചിരി വരും. അല്ല അദ്ദേഹം മരിച്ചത് ഞാൻ കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖം കാണിക്കുമ്പോൾ ഒരു പക്ഷേ ആ മരിച്ചു കിടക്കുന്ന രൂപം ഒരിക്കലും എന്റെ മനസ്സിൽ വരും. ഇന്നും ഒരിക്കലും മരിക്കാത്ത ഒരാളായിട്ട് ഹനീഫ്ക ഇന്നും എൻ്റെ മനസ്സിൽ.